അധ്യാത്മിക ക്ലാസ്സിലെ സ്റ്റുഡൻസാണ്, ചെറിയ മക്കളാണ്. അവരുടെ ഒരു ശ്രമമാണ്, ആദ്യത്തെ ഒരു ശ്രമമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരത് പറയാനുള്ളൊരു ശ്രമത്തിലാണ്. എന്തെങ്കിലും പാകപ്പിഴകൾ വരികയാണെങ്കിൽ കേൾക്കുന്നവർ ആ കുഞ്ഞുങ്ങളാണെന്നുള്ള ലെവലിൽ കാണുക. മോള് ദിൽസ, മോള് പഠിക്കുന്നത് ഹോളി ഇന്നസെൻ്റ് പബ്ലിക് സ്കൂള് വെണ്ണിയോട്, അവിടെയാണ് പഠിക്കുന്നത്. മോന് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവന് ഹോളി പബ്ലിക് സ്കൂളിലെ കുട്ടിയാണ്. അവന് അവിടെ വെണ്ണിയോട് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ദിൽസജ്ജ്, മോള് ദിൽസ. ഇനി മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ മൂലഭാഗവതത്തിലെ 2 ശ്ലോകങ്ങളാണ് ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കത്തക്ക 2 കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാൻ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത് പറയാനുള്ളൊരു ഭാഗ്യം എൻ്റെ മുന്നേ വന്നപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അവരത് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാനതൊന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. മഹാഭാരതം ആദ്യത്തേത് കുന്തിയുടെ സ്തുതിയാണ്. കുന്തി സ്തുതിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് പറയും. അതിൽ നമുക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളാണ്, ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർക്കത് നേരിടാൻ, അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫിറ്റ്നസ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഇവർക്ക് കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി. അപ്പോൾ നമുക്ക് കുന്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായാലും ആ വിഷമങ്ങളെ നമുക്ക് എങ്ങനെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം എന്നുള്ളതാണ് കുന്തി സ്തുതിയുടെ പ്രാധാന്യം. ഇനി അടുത്ത മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഒരു ശ്ലോകമാണ്. അതും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. ഗംഗയും ഗീതയും ഗോവിന്ദനും ഒക്കെ നമുക്ക് ഓർമ്മിക്കത്തക്ക കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരു ശ്ലോകമാണ്. അപ്പോൾ ആ ഓർമ്മിച്ചാൽ നമുക്ക് ഈ ജനന മരണ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം നമുക്ക് ഉണ്ടാവുമെന്നാണ്. നമുക്ക് ആ ശ്ലോകം തന്നെ പറയാൻ പറ്റിയില്ലെങ്കിലും ഗംഗയെന്നും ഗായത്രിയെന്നും ഒക്കെ പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ചെറിയ കുട്ടികളായ ഇവരെ അതൊന്നും ശ്രമിച്ച എൻ്റെ ഒരു ശ്രമമാണ്, കുറച്ച് നാളത്തെ ഒരു ശ്രമമാണ്. അപ്പോൾ അവരെല്ലാം നന്നായിട്ടൊക്കെ പറയുന്നുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നെല്ലാം നല്ലതായിട്ട് അവരെന്നെ ഫോളോ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതൊന്ന് പിടിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇനി അവർ എൻ്റെ കുഞ്ഞുങ്ങൾ അത് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഗണപതിസ്തുതി. ഏകദന്തം മഹാകായം തപ്തകാർജുനസന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിബുദ്ധിർഭവതു മേ സദാ. ഗുരുസ്തുതി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത്താചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂലഭാഗവതം പ്രഥമസ്കന്ധം 8ാം അധ്യായം. കുന്തിസ്തുതി. ശ്ലോകം 1. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 2. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേതായ നമസ്തേ പങ്കജോംഗ്രേ. മഹാഭാരതം ഭീഷ്മപർവം 43ാം അധ്യായം. ഗംഗാ ഗീതാ ച ഗായത്രി ഗോവിന്ദേതി ഹൃദി സ്ഥിതേ ചതുർഗകാരം സംയുക്തേന പുനർജന്മന വിദ്യതേ.